ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് തോന്നുന്ന അഗാധമായതും സ്നേഹം ഉളവാക്കുന്നതുമായ വൈകാരികമായ ഒരു ബന്ധമാണ് പ്രേമം. മനുഷ്യരാശി ഉണ്ടായ കാലം തൊട്ടേ പ്രേമമുണ്ട്. നമ്മൾ ഒരുപാട് അനശ്വര പ്രേമത്തിൻ്റെ കഥകൾ കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ശ്രീകൃഷ്ണൻ്റെയും രാധയുടെയും പ്രണയകഥ നമ്മൾ രാധാകൃഷ്ണ ലീലകൾ എന്ന രീതിയിൽ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കറുത്തമ്മയുടെയും കൊച്ചുമുതലാളിയുടെയും കഥ ചെമ്മീൻ എന്ന നോവലിലൂടെയും സിനിമയിലൂടെയും കാണുകയും വായിക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കാഞ്ചനമാലയുടെയും മൊയ്തീൻ്റെയും കഥ എന്നു നിൻ്റെ മൊയ്തീൻ എന്ന സിനിമയിലൂടെ കാണുകയുണ്ടായി. അങ്ങനെ പല അനശ്വര പ്രേമത്തിൻ്റെ കഥകളും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊരു പ്രേമത്തിൻ്റെ കഥ നമുക്ക് നോക്കാം. ഒരു അനശ്വര പ്രേമത്തിൻ്റെ കഥ. ഒരു പക്ഷേ തിരുവനന്തപുരത്തുകാർക്ക് ഈ കഥ അന്യമായിരിക്കില്ല. നമുക്കറിയാം, തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവായിരുന്നു ചിത്തിരതിരുനാൾ. ഒരുപാട് വികസന പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നടപ്പിലാക്കി ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ധാരാളം ആരാധകരും ഉണ്ടായിരുന്നു. ഇന്നത്തെ കന്യാകുമാരി ജില്ലയ്ക്ക് സമീപം കൊല്ലങ്കോട് എന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു പുരാതന നായർ തറവാട്ടിലായിരുന്നു ചെല്ലമ്മ പിള്ള സുന്ദരി ചെല്ലമ്മ ജനിച്ചത്. അവര് ചെറുപ്പത്തിലെ തന്നെ ഭാഷയിലും നൃത്തത്തിലുമൊക്കെ അഗാധമായ പാണ്ഡിത്യമുള്ള യുവതിയായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ വിവാഹവും കഴിഞ്ഞു. അവർക്ക് ഒരു മകളുമുണ്ടായി. ജോലി സംബന്ധമായാണ് അവർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം താമസമാക്കിയത്. അതിനടുത്തുള്ള ഒരു സ്കൂളിലായിരുന്നു അവർക്ക് ജോലി. ഒരു ദിവസം തൻ്റെ കുട്ടികളുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ റോഡിലൂടെ ഒരു ശംഖുമുദ്രയുള്ള കാറിൽ ഒരു സുന്ദരനായ യുവാവ് യാത്ര ചെയ്യുന്നത് അവർ കണ്ടു. ആദ്യ ദർശനത്തിൽ തന്നെ അവർക്ക് ആ യുവാവിനോട് അനുരാഗം തോന്നി. പിന്നീടാണ് അവരറിയുന്നത് അത് ചിത്തിരതിരുനാൾ മഹാരാജാവാണ്. അപ്പോഴത്തേക്കും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിത്തിരതിരുനാളിന് ഒരു വലിയ സ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്ക് അദ്ദേഹത്തിനെ കാണാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. പല ദിവസങ്ങളിലും രാജാവ് എത്തുന്ന പല സ്ഥലങ്ങളിലും അവർ പോയി രാജാവിനെ കാണുവാനായി കാത്തുനിന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവർക്ക് ഒരു നാടകത്തിൽ അഭിനയിക്കുവാൻ അവസരം കിട്ടി. രാജാവ് പ്രധാന അതിഥിയായി വരുന്നത് കൊണ്ടാണ് അവർ നാടകത്തിൽ അഭിനയിക്കാം എന്ന് വാക്ക് കൊടുത്തത്. എന്തായാലും നാടകമൊക്കെ വളരെ വിജയകരമായി അഭിനയിച്ചു തീർത്തു. അതിനുശേഷം മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് അഭിനേതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കുമെല്ലാം പാരിതോഷ്യങ്ങൾ വിതരണം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെല്ലമ്മയ്ക്കും കിട്ടി ഒരു പാരിതോഷ്യം. അത് ഒരു നേരിയതും ഒരു മോതിരവുമായിരുന്നു. എന്നാൽ ചെല്ലമ്മയാകട്ടെ തനിക്ക് കിട്ടിയത് മഹാരാജാവ് തന്ന പുടവയാണെന്ന് വിശ്വസിച്ചു. മഹാരാജാവ് തന്നെ വിവാഹം കഴിച്ചു എന്നും താൻ രാജ്ഞിയാണെന്നും അടുത്ത ദിവസം തൊട്ട് അവർ എല്ലാവരോടും പറഞ്ഞു. പറയുക മാത്രമല്ല, അവർ ഒരു രാജ്ഞിക്ക് സമമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് കണ്ണെഴുതി പൊട്ടുതൊട്ട് വളരെ മനോഹരിയായി ക്ഷേത്രത്തിലും മറ്റും പോയി തുടങ്ങി. ചെല്ലമ്മയിലുണ്ടായ ഈ മാറ്റം അവരുടെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ശ്രദ്ധിക്കുകയുണ്ടായി. ചെല്ലമ്മയെ അങ്ങനെ അവര് ഭ്രാന്തി ചെല്ലമ്മ എന്നും വിളിച്ചു തുടങ്ങി. അങ്ങനെ കാലങ്ങൾ കഴിയുന്തോറും ചെല്ലമ്മയെ ഉപേക്ഷിച്ച് അവരുടെ ഭർത്താവും മകളുമൊക്കെ പോയി. ചെല്ലമ്മയാകട്ടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിൽ എല്ലാ ദിവസവും ചെല്ലമ്മയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. കാരണം അതുവഴിയായിരുന്നു മഹാരാജാവ് തിരുമനസ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിനായി വരുന്നത്. അങ്ങനെ ഒരു ദിവസം അവർ മഹാരാജാവിനടുത്തിലേക്ക് പൊന്നുതമ്പുരാനെ എന്ന് വിളിച്ചുകൊണ്ട് ഓടിച്ചെന്നു. മഹാരാജാവിൻ്റെ പടന്മാര് അവരെ പിടിച്ചു നീക്കി. ആ സമയത്ത് രാജാവ് പടന്മാരോടായി പറഞ്ഞു, അവരെ ഒന്നും ചെയ്യരുത്, അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കും. അതിനുശേഷം രാജാവ് അകത്തേക്ക് പോയി. പിന്നീട് സ്ഥിരമായി മഹാരാജാവ് വരുമ്പോൾ ആരും തന്നെ അവരെ എതിർത്തിട്ടില്ല. അവർക്ക് രാജാവിനെ അവിടെ നിന്ന് കാണാൻ കഴിയുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവർ കവടിയാർ കൊട്ടാരത്തിൽ രാജാവിനെ കാണാനായിട്ട് പോയി.
അവിടെയും ഭടന്മാർ അവരെ പുറത്താക്കി ഏറ്റടിച്ചു. പിന്നീട് ജയ്പൂരിലുള്ള അവരുടെ മകൾ നാട്ടിലെത്തുകയും അമ്മയെ ജയ്പൂരിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. എന്നാൽ സുന്ദരി ചെല്ലമ്മയ്ക്ക് ജയ്പൂരിൽ കഴിയുമായിരുന്നില്ല. കാരണം അവരുടെ പ്രാണനാഥൻ തിരുവനന്തപുരത്താണല്ലോ ഉള്ളത്. അവർ അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ഇരിക്കെ അവർ ജോലിയിൽ നിന്നും പെൻഷനായി. അവർക്ക് കിട്ടുന്ന പെൻഷൻ തുകയിൽ നിന്ന് അവർ ഇല്ലൻ്റുകൾ വാങ്ങും. ആ ഇല്ലൻ്റ് ഉപയോഗിച്ച് അവർ മഹാരാജാവിന് കത്തുകൾ എഴുതും. എന്നാൽ ഈ കത്തുകളൊന്നും തന്നെ മഹാരാജാവിന് കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. മഹാരാജാവിന് സുഖമില്ലാതെ വെല്ലൂരിലെ ആശുപത്രിയിൽ അഡ്മിറ്റായപ്പോൾ ചെല്ലമ്മ അവിടെയും പോയിരുന്നു അദ്ദേഹത്തെ കാണാൻ. എന്നാൽ അവിടെയും വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ അനശ്വര പ്രേമത്തിൻ്റെ നായിക ഒരു ഭ്രാന്തിയെ പോലെ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിലെല്ലാം ഇങ്ങനെ അലഞ്ഞു നടന്നു. അപ്പോഴൊക്കെയും അവർക്ക് ആരെയും ആശ്രയിക്കേണ്ടി വന്നില്ല. കാരണം അവർക്ക് പെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ ജീവിത ചെലവുകളെല്ലാം നന്നായി മുന്നോട്ട് പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കെ 90കളിൽ ഒരു ദിവസം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിൽ ചെല്ലമ്മ പത്മനാഭനെ നമസ്കരിച്ചുകൊണ്ട് കിടക്കുന്നതായി ആളുകൾക്ക് തോന്നി. അവർ ചെല്ലമ്മയെ കുലുക്കി വിളിച്ചു. അത് ചെല്ലമ്മയുടെ അവസാനത്തെ നമസ്കാരമായിരുന്നു. ചെല്ലമ്മ അനശ്വര പ്രേമത്തിൻ്റെ ഭാരവും താങ്ങി അവർ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞിരുന്നു. അങ്ങനെ തൈക്കാട്ടെ ശാന്തി കവാടത്തിലെ അഗ്നിയിൽ അവർ എരിഞ്ഞടങ്ങി. ഇപ്പോഴും ഒരു ചോദ്യം അവശേഷിക്കുന്നു. മഹാരാജാവ് അവരുടെ പ്രേമത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നോ? അതോ അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് നടിച്ചതാണോ? അങ്ങനെ സുന്ദരി ചെല്ലമ്മയുടെ ഓർമ്മകൾ ഇന്നും ശ്രീപത്മനാഭൻ്റെ മണ്ണിൽ ഒരു വിങ്ങലായി അവശേഷിക്കും.